എല്ലാവർക്കും നമസ്കാരം. വെറും 15 മിനിറ്റ് കൊണ്ട് ഏറെ സ്വാദിഷ്ടവും അതേസമയം ഒരുപാട് ഹെൽത്തിയുമായ ഒരു സിമ്പിൾ ലഞ്ചാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ ലൈക്സും കമൻസും ഒക്കെയാണ് ഈ ഒരു ചാനലിനെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളൊരു കുക്കറിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. സാമ്പാർ പരിപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി അതിൽ നികക്കെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഇത് വേവിക്കുന്നതിനായിട്ട് വയ്ക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറെ ഒരു ചട്ടിയിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി കഴുകി അതും നികക്കെ വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലും നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില. ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ഇതുകൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ തൊലിയൊക്കെ നമ്മൾ അല്പം കനത്തിലാണ് നമ്മൾ തൊലി ചെത്തിയെടുത്തത്. അതും വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായി നുറുക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ്. ഈ മത്തങ്ങയുടെ തൊലി കൊളസ്ട്രോളൊക്കെ കുറയാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് നല്ല സ്വാദിഷ്ടമായ ഒരു മെഴുക്ക് പുരട്ടി നമുക്ക് തയ്യാറാക്കാം. നമ്മൾ ചട്ടിയിലേക്ക് മത്തങ്ങ തൊലി അരിഞ്ഞത് ചേർത്ത് പച്ചമുളക്, ഒരു സവാളയുടെ പകുതി അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. പാകത്തിന് ഉപ്പും ഒരല്പം മാത്രം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പം നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ എന്തായെന്ന് നോക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് ഒന്നുകൂടെ വേവിക്കണം. തക്കാളി കഷ്ണങ്ങളും കൂടി ഒന്ന് വെന്ത് വരണം. ഇപ്പം നമ്മുടെ മത്തങ്ങ തൊലിയൊക്കെ എന്തായെന്ന് നോക്കാം. അല്പം വെള്ളവും കൂടി ഒന്ന് വറ്റാനുണ്ട്. ഇതുകൂടെ ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ മതി. വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് പ്രത്യേകമായിട്ട് ഉലർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി അല്പം കൂടി ഒന്ന് വറ്റിച്ച് എടുത്താൽ മതി. ആ ചട്ടിയിൽ തന്നെ വെച്ച്. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ടിപ്പം വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ആ മൂടി തുറന്ന് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. മത്തങ്ങ കഷ്ണങ്ങളിലേക്ക് ഈ പരിപ്പൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. പരിപ്പും ടൊമാറ്റോയും മത്തങ്ങ കഷ്ണങ്ങളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നന്നായിട്ടൊന്ന് ഇളക്കി അല്പസമയം കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു ചെറിയ മുറി തേങ്ങ ചുരുണ്ടിയത് അതിലേക്ക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 4 അല്ലി ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അതോട് ചേർത്ത് തരിതരിപ്പായിട്ട് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ സമയം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ അരപ്പൂടെ ചേർത്ത് നല്ല കട്ടി അരപ്പാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അരപ്പ് ഇതിൽ നന്നായിട്ട് യോജിച്ച് അരപ്പൊന്ന് തിളച്ച് കറി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പം ഒരുപാട് ഹെൽത്തിയാണ് ഈ ഒരു കറിയും. മത്തങ്ങ കൊളസ്ട്രോൾ കുറയാനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം. ഇനി ഇതിന് നല്ലൊരു താളിപ്പ് നമുക്ക് ചേർക്കണം. വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 4-5 ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത്, 4 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പില ഇതുകൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് അപ്പോൾ തന്നെ ഇതൊന്ന് അടച്ച് വെക്കണം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട് ഈ താളിച്ചതിൻ്റെയൊക്കെ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഈ മത്തങ്ങ കൂട്ടുകറിയും മത്തങ്ങ തൊലി മെഴുക്ക് പുരട്ടിയും ഒരു പപ്പടവും
ആവശ്യമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം മീൻ വറുത്തത്, ഞാനൊരു ഉണക്കമീൻ വറുത്തതാണ്. ഇത് നമ്മുടെ ഉലുവ മാങ്ങ അച്ചാർ.